പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, അനുഗ്രഹത്തിന് ആണിപ്രദാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നീ എവിടെയായിരിക്കുന്നു അവിടെ നിനക്ക് അനുഗ്രഹം ആവശ്യമുള്ള ഇടത്ത് വസ്തുക്കൾ നിന്റെ കയ്യിലുണ്ടെങ്കിൽ അതിപ്പോൾ എടുക്കാവുന്നതാണ്. ഞാൻ നിനക്ക് 1 മിനിറ്റ് സമയം തരികയാണ്. ഈ നിമിഷത്തിലുള്ള നീ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് നീ കയ്യിലെടുക്കേണ്ട വസ്തുക്കൾ ചിലപ്പോൾ പ്രമാണമാകാം, ചിലപ്പോൾ പറ്റുചീട്ടാകാം, ചിലപ്പോൾ പരീക്ഷ പേപ്പറാകാം, ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഹോൾ ടിക്കറ്റുകളാകാം. എടുക്കും മക്കളെ. അല്ലെങ്കിൽ നിനക്ക് പോകേണ്ട ഓരോ വീടിന് നമ്പറിരിക്കേണ്ട സ്ഥലങ്ങളാകാം, അല്ലെങ്കിൽ പുതിയ പാഠങ്ങൾ നേർത്തി ചെറിയ വീടുകൾ വെക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കാം നിൻ്റെത്. അല്ലെങ്കിൽ നിനക്ക് ഇന്റർവ്യൂവിൻ്റെ പേപ്പറാകാം, പേനയാകാം, അല്ലെങ്കിൽ നീ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ആകാം. എടുക്കും മക്കളെ. കർത്താവേ, അങ്ങനെ മക്കൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടി അവർക്ക് അടുത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കന്മാർ എടുത്ത് പോയി കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള വിഷയങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനേക്ക് നളിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോവുകയും നിന്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ. ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ, ആശങ്കപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം, മീറ്റിംഗ് ആകാം, അവിടെ ഉണ്ടാകുന്ന ക്രിറ്റിസിസം ആകാം, നിന്നുള്ള ചോദ്യം പറച്ചിലാകാം, എന്തും ആയിക്കൊള്ളേ, അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു.
Lord Jesus Christ, pour out His Spirit, touch your fire finger, soak with the precious blood, authority of the Catholic Church, power of Jesus Christ, with the merit of some holy priesthood. I bless and hallow you. ഇന്ന് ഒരു സാക്ഷ്യം ഉണ്ടായി. ഒരു മോള് പറയണത്, ഞാൻ കർത്താവിനോട് ഒന്നേ പറഞ്ഞുള്ളൂ, ഒരു പാപം ചെയ്ത് നിൻ്റെ മുമ്പിൽ തലയും കുമ്പിട്ട് നിൽക്കാൻ നീ എന്നെ അനുവദിക്കരുത്. എന്നാ വാർത്തവനാണ് ഈ ആൾക്കാർക്ക് പറഞ്ഞു കൂട്ടുന്നത്. ഇക്കാലമാണ് പാപം കൊണ്ട് ജനം ആ പെരുന്നാൾ നടത്തുന്ന ഒരു കാലത്ത് ഒരു ഉടമ്പടി ക്രിസ്ത്യാനി ദൈവത്തോട് പറയുന്ന പ്രാർത്ഥനക്ക് ഭയങ്കരമായ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതാ പറഞ്ഞത്, ഒരു പാപം ചെയ്ത് നിൻ്റെ മുമ്പിൽ തലയും കുനിച്ചിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വരരുത്. അതാണ്. അത്രയും മനുഷ്യന്മാർ വിശുദ്ധമായിട്ട് ജീവിക്കും. ഇപ്പം എല്ലാവരും വിചാരിക്കണം എല്ലാവരും പറഞ്ഞു പരത്തണ മനുഷ്യൻ മുഴുവനും ഇങ്ങനെ പിഴയാണെന്ന്. അങ്ങനൊന്നുമല്ല. മനുഷ്യൻ മുഴുവനും പിഴയാണെന്ന് ഓരോ അണ്ണന്മാരും ഓരോരുത്തരെയും കുറിച്ച് നിങ്ങൾ ഇതുപോലെ ബ്രാൻഡ് ചെയ്യുമ്പോൾ ഓർക്കുക, ഈ ബ്രാൻഡ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ കൂടി സത്യസന്ധമായ ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട് ദൈവരാജ്യം അടിച്ചു മാറ്റുന്ന ഒത്തിരിയേറെ അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ട്. വിശുദ്ധിയുടെ അടിയൊഴുക്കുകൾ. നമ്മളൊക്കെ വിചാരിച്ചിരിക്കണം ലോകം മുഴുവൻ പോക്കാണ്, അതിനെ കുരിയാന്നൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ. പക്ഷെ അല്ല, ഒരു സമൂഹം ഉണ്ട് ഇവിടെ. അവരെ പ്രതിയാണ് ദൈവം ലോകത്തെ തന്നെ സംരക്ഷിച്ചോണ്ട് പോണത്. ബിലാവ് 3:22. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. എന്തെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടായാലും ഈ വിശ്വസ്തത ഇങ്ങനെ വെള്ളത്തിന് മീതെ നിൽക്കും. അതാ ഉന്നതം എന്ന് പറയുന്നത്. വെറുതെ ഉന്നതം. ബൈബിളിൽ ഉന്നതം, കുന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കലാപകാലത്ത് കയറി നിൽക്കാനുള്ള ഇടമാണ്. അവരെപ്പോഴും അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. കർത്താവിൻ്റെ പാറയമ്മ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പാറയൊക്കെ എന്ത് കാഠിന്യമുള്ളതല്ലേ എന്ന് വിചാരിക്കും. പറവൻ്റെ ഹൃദയം പോലെയാണ് കർത്താവ്. അങ്ങനെയല്ല. പാറയെന്ന് പറയുമ്പോൾ ഞാൻ ആശ്രയിക്കുന്ന പാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കാലം വരുമ്പോഴും പട വരുമ്പോഴും മനുഷ്യൻ സംരക്ഷിക്കപ്പെടുന്നതും ഗുഹകൾ പോലുള്ള ഗുഹയും പാറയെന്ന് അവർ പറയുന്നത്. സങ്കീർത്തനം 27:5. ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. അപ്പം അത് ക്ലേശകാലമായാലും യുദ്ധകാലമായാലും വെള്ളപ്പൊക്ക കാലമായാലും കർത്താവ് ഉയർന്ന പാറമേൽ നമ്മൾ നിർത്തും. കർത്താവിന്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയണതാണ്. അതാണ് ഈ കൂദാശ എന്ന് പറയണത്. ഇന്ന് കൂദാശ എന്ന് പലപ്പോഴും നിങ്ങളുടെ വയറ്റിപ്പിഴപ്പിന് കൂദാശയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം കിട്ടുന്നില്ലെങ്കിൽ ദൈവത്തെ മറന്ന് സ്വന്തം സുഖത്തിന് വേണ്ടി ദൈവത്തെ ഉപേക്ഷിച്ച് നിത്യതയെ വെറുത്ത് ചുമ്മാ മൃഗങ്ങളായിട്ട് ജീവിക്കുന്ന ഒത്തിരിയേറെ ജീവിത പങ്കാളികൾ നമ്മുടെ ലോകത്തുണ്ട്. നിങ്ങൾക്കറിയാം, കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. കാര്യമെന്താ? നിത്യത കൈവിട്ടു പോകും. നിത്യതയോട് അടുപ്പിച്ചത് എന്താണ്? കൂദാശ. ആ ചേച്ചി പറഞ്ഞത് എന്താണ് നിങ്ങൾക്കറിയാമല്ലോ. ഈ എലിസബത്ത് ആന്റണി എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ മിനിസ്റ്റർ എ.കെ. ആന്റണിയുടെ മുൻ മിനിസ്റ്റർ മന്ത്രി ബഹുമാനപ്പെട്ട എ.കെ. ആന്റണിയുടെ വൈഫാണ്. അവർ പറഞ്ഞ സാക്ഷികൾ കേൾക്കണം. എന്താ അവർ പറയണത്? എൻ്റെ ഭർത്താവിന് വിശ്വാസമില്ല, പക്ഷേ ഞാനെന്താ സമീപിച്ചത്? കർത്താവിൻ്റെ വചനത്തിലാണ്. കർത്താവിൻ്റെ വചനത്തിൽ എന്താ പറയണത്? അവിശ്വാസിയായ ഭർത്താവ് എന്ത് ചെയ്യുന്ന പറയണത്? ഭാര്യ മുഖേന വിശുദ്ധ. അതാണ് ദൈവനിശ്ചയം. അതുപോലെ അവിശ്വാസിയായ നിങ്ങൾ ടേക്ക് ദ ബെഡഫോർഡ് 1 കൊറിന്തോസ് 17:14. എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. ഈ ഒറ്റ വിശ്വാസത്തിലെ ആ സ്ത്രീ വിശുദ്ധയാകുകയാണ്. കൈയിട്ടിച്ച് കർത്താവ് അതിൻ്റെ താഴെ കമൻറ്റുകൾ വായിക്കണം. കർത്താവേ, ഇങ്ങനെ ഒരു സാക്ഷ്യം നീ എനിക്കും തന്നെങ്കിലേ ഞാൻ നിനക്ക് വേണ്ടി സാക്ഷിയാകണമെന്ന്. നാളെ അവർ അറിയപ്പെടാൻ പോകുന്നത് ഭൂമിയിൽ നമ്മുടെ ഈ രാജ്യരക്ഷാ മന്ത്രിയുടെ ഭാര്യയായിട്ടല്ല. ആ അറിവെല്ലാം സിമിത്തിരിച്ച് തീരുകയാണ്. മനുഷ്യൻ അത് മാത്രമേ കണ്ടുള്ളൂ.
അതുകൊണ്ടാണ് രാഷ്ട്രീയ ബന്ധത്തിൽ ചകഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ചർച്ചാവേദിയാക്കി ആ വിഷയം മാറ്റിയത്. ഞാനത് ആ കക്ഷി ചേരാത്തതിൻ്റെ കാരണം എനിക്കറിയാം, അത് പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഏറ്റവും വലിയ എൻറിച്ചിങ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ സാക്ഷ്യമാണ്. കാര്യം അതുപോലെ പറയണം, അവർ ജീവിച്ചിട്ടാണ് പറയണത്. എന്താണ്? എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാര്യം എന്താണ്? അദ്ദേഹം അവിശ്വാസിയാണ്, ഞാൻ ആരാണ്? വിശ്വാസിയാണ്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, അവിശ്വാസിയായ വ്യക്തി അവൻ്റെ അമ്മ മുഖേനയല്ല വിശുദ്ധീകരിക്കപ്പെടുന്നത്. അവിശ്വാസിയായ വ്യക്തി അവൻ്റെ അപ്പൻ മുഖേനയല്ല വിശുദ്ധീകരിക്കപ്പെടുന്നത്. അവിശ്വാസ്യമായ വ്യക്തി അവൻ്റെ ജീവിത പങ്കാളി മുഖേനയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. കൈയിട്ടിച്ച് എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം, നിങ്ങൾ അവിശ്വാസിയാണോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവിശ്വാസ്യം മീൻസ് എന്താണ്? വിശ്വാസത്താൽ, അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് വെച്ചാൽ എഫെസ്യസ് 2:8 എന്താ പറയണത്? അതായത് വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? വിശ്വാസം നമുക്ക് എന്താ തരണത്? കൃപയാണ് നൽകണത്, അല്ലേ? എഫെസ്യസ് 2:8 എന്താ പറയണത്? വിശ്വാസം വഴി പറഞ്ഞേ, വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അപ്പൊ വിശ്വാസം നമുക്ക് എന്താ തരണത്? കൃപ. അപ്പൊ കൃപ നമുക്ക് ലഭിക്കണത് ഇതിൽ നിന്നാണ്. എൻ്റെ സോഴ്സ് എന്താണ്? വിശ്വാസമാണ് സോഴ്സ് അതിൻ്റെ. അവിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ നഷ്ടപ്പെടാൻ പോണത്? കൃപ എന്ന് വെച്ചാൽ നിത്യജീവൻ. നിത്യജീവൻ നഷ്ടപ്പെട്ടത് കൃപയുടെ അലംഭാവമോ ആഭാവമോ മൂലം നിങ്ങൾക്ക് നിത്യജീവൻ നഷ്ടപ്പെട്ടാൽ അത് നേടാൻ നിൻ്റെ അമ്മയ്ക്കോ അപ്പനോ മക്കൾക്കോ ഒന്നുമില്ല. അതിൻ്റെ ചാൻസ് ആർക്കാ ഉള്ളത്? നിൻ്റെ ജീവിത പങ്കാളിയാണ്. ജീവിത പങ്കാളി വേർപെട്ടുകൊണ്ട് അപ്പൻ്റെ കൂടെ അമ്മയുടെ കൂടെ നടക്കുന്ന കാണ്ടാമൃഗങ്ങളെ ഞാൻ പറഞ്ഞ വചനങ്ങൾ കേൾക്കണം. ഇതിലൂടെ കർത്താവ് നിന്നോട് അന്ത്യമായിട്ട് നിനക്ക് ശാസനം നൽകുകയാണ്. അന്ത്യശാസനം എന്താ കാര്യം? നിന്നെ വിശുദ്ധീകരിക്കാൻ, നിൻ്റെ ആത്മാവ് വീണ്ടെടുക്കാൻ, നിന്നെ നിത്യത്തിലെ കർത്താവോട് ചേർക്കാൻ നിൻ്റെ അപ്പനോ അമ്മക്കോ മക്കൾക്കോ പറ്റത്തില്ല. നിന്നെ കുദാശ ചെയ്തേൽപ്പിച്ച ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. ആ ദൈവത്തിന് വചനം കേട്ടുകൊണ്ട് താമസിക്കുന്നവരെ അനുതപിച്ചുകൊണ്ട് തിരിച്ചു വരാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ശ്രുതിക്കട്ടെ. നമ്മൾ ഉടമ്പടിയുടെ പ്രത്യാഘാതം എന്ന പരിണത ബലമായ നമ്മളേറെ ചിന്തിക്കാത്ത ഒരു വിഷയമാണ് ഇന്ന് ചിന്തിക്കുന്നത്. നമ്മൾക്ക് എന്നാൽ അത്യന്താപേക്ഷിതമാണ് താനും. ഈ വരം അത്യന്താപേക്ഷിതമാണ്. ഉടമ്പടിയിലായിരിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കും അത്യന്താപേക്ഷിതമായ ഒരു വരമാണ് ആത്മശക്തിയുടെ വരം. മനസ്സിലായില്ലേ? ഇത് ഒരു നമ്മളെ ഫോക്കസ് ചെയ്യേണ്ട, അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. ഇപ്പോൾ നിങ്ങളുടെ കാര്യം ഇപ്പോൾ വിവാഹം ഒത്തുവരണില്ല, വസ്തു വിൽക്കണില്ല, ജപ്തി നടപടി വരാൻ പോകുന്നു, നിങ്ങളുടെ രോഗമാണ്, അത് വളരെ മോശകരമായ രോഗമാണ്. പക്ഷേ ഇത് സൗഖ്യപ്പെടുന്നവരെ അല്ലെങ്കിൽ ആ വസ്തു വിൽക്കുന്നവരെ അല്ലെങ്കിൽ ആ ജോലി ലഭിക്കുന്നവരെ ഒരു സമയമുണ്ടല്ലോ. ചിലപ്പോൾ 10 മിനിറ്റ് ആകാം, 10 ദിവസമാകാം, ചില റെയർ കേസിൽ 10 മാസവുമാകാം. പക്ഷേ ഉടമ്പടിയിൽ നിങ്ങൾക്കറിയാം, അതായത് ഇതിൻ്റെ ബൈ ഗ്രേസ്, ഇപ്പോൾ ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഉപ ഉൽപ്പന്നം എന്ന് പറഞ്ഞ പോലെ ഉപവരപ്രസാദമുണ്ട്. എന്നുവെച്ചാൽ നിങ്ങളുടെ സമയം അല്പം നീണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്യാനുള്ള ഫില്ലിംഗ് ഗ്രേസ് ഒത്തിരി ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫില്ലിംഗ് ഗ്രേസ്, അതായത് ഇതിനെ നമ്മൾ കൃഷിക്കാരൊക്കെ ഇടവിള എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഉടമ്പടി വിഷയം നിറവേറുന്ന സമയം വരെ നമ്മളെ നിലനിർത്തുന്ന ചില കൃപകളുണ്ട്. അതാണ് ഫില്ലിംഗ് ഗ്രേസ് എന്ന് പറയുന്നത്. നിലനിർത്തുന്ന കൃപകൾ. ഈ നിലനിർത്തുന്ന കൃപയിൽ പ്രധാനപ്പെട്ടതാണ് ആത്മശക്തി എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും വസ്തുവിനല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലേ? വീട്, ജോലി, വിവാഹം, അതുപോലെ തന്നെ പഠനം, വിജയം. പക്ഷേ അത് എത്തണ വരെ, അത് നമ്മൾ അനുഭവിക്കുന്ന വരെ ഉള്ള ടൈം പല ആൾക്കാരും എങ്ങനെയാണ് ചെലവഴിക്കണത്? ടെൻഷൻ അടിച്ചു. ഉടമ്പടി എടുക്കുന്നുണ്ട്, ടെൻഷൻ അടിക്കുന്നുണ്ട്, ഇല്ലേ? ഉടമ്പടി എടുക്കുന്നുണ്ട് അവർ. പക്ഷെ അവർ എങ്ങനെ വല്ലപാട് തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല, റിസൾട്ടൊന്ന് വന്നാൽ മതിയായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ? തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല, ഈ പണ്ടാരം ഒന്ന് വന്നാൽ മതിയായിരുന്നു, അല്ലേ? അത് ടെൻഷൻ. അതാണ് ഈ ടൈം എങ്ങനെയാണ് ഫില്ല് ചെയ്യണത്. സുവിശേഷം ഇതിനെ ഫില്ല് ചെയ്യണത് ഒരു പ്രത്യേക വരപ്രസാദം കൊണ്ടാണ്. ആത്മശക്തി എന്ന് പറയും. എല്ലാവർക്കും അവകാശമുള്ളതാണ്, ആർക്കും കിട്ടും. ആർക്കും കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോഴത്തെ ഒരു ഉടമ്പടിയുടെ ഒരു വിഷയം എന്ന് പറയണത്, ഇപ്പോൾ ആമിന താത്താടെ ഒരു ചെറുപ്പക്കാരത്തിയായ ഒരു മുസ്ലിം ലേഡി ഇന്നലെ സാക്ഷ്യം പറഞ്ഞില്ലേ? അപ്പോൾ അവർ ആ സാക്ഷ്യം നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഉടമ്പടി എന്ന് പറയുന്നത് ആരാണ് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണത്, ആ വിഷയത്തിൻ്റെ മേൽ ദൈവം ഇടപെടും. വിശ്വാസം ആർക്കാണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണത്, ഇപ്പം അവർക്ക് അടയാളം കിട്ടും. അത് എക്സ് വൈ, അതിനകത്ത് വിശ്വാസത്തിന് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, വിശ്വാസം മാത്രം. അത് വിശ്വാസം ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം? ബൈബിളിൻ്റെ ഒരു നിലപാടതാണ്. ആർക്ക് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, ആർക്ക് വിശ്വാസം
പ്രകടിപ്പിക്കാൻ പറ്റുന്നു, പ്രകടിപ്പിക്കാനല്ല പ്രയോഗിക്കാൻ. ആർക്കാണ് നല്ല കപ്പാസിറ്റിയിൽ വിശ്വാസം പ്രഖ്യാപിക്കാനോ പ്രയോഗിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയുന്നത് അവർക്ക് അടയാളം കിട്ടും. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് വിശ്വസിക്കുന്നതിൻ്റെ കൂടെ അടയാളം ഉണ്ടായിരിക്കും. അത് പറയുമ്പോൾ തന്നെ വിശ്വസിക്കുന്നതിൻ്റെ മേൽ ഒരു 16-17 എടുത്തേ മർക്കോസിന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 16:17. മർക്കോസ് 16:17. വിശ്വസിക്കുന്നവരോട് കൂടെ ഒന്ന് പറഞ്ഞേ. വിശ്വസിക്കുന്നവരുടെ കൂടെ വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകണത് എന്താണ്? അടയാളമാണ്. അത് ആർക്കും വിശ്വസിക്കാം. അത് ക്രിസ്ത്യൻസ് ആകണമെന്ന് ഒരു നിർബന്ധമില്ല. ക്രിസ്ത്യൻ വിശ്വസിക്കണമെങ്കിൽ ക്രിസ്ത്യൻസ് ആകണം. ആർക്കാണ് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിയണത് അവർക്ക് അടയാളം കിട്ടും. കൈയടിച്ച് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അമീനയുടെ പ്രോബ്ലം എന്താണ്? അവരുടെ പ്രോബ്ലം അവർക്ക് ഒരു കുറേ മാസങ്ങളായിട്ട് വയറിങ്ങനെ വീർത്തു വരുന്നു, മലവും മൂത്രവും ഒന്നും പോകുന്നില്ല. അപ്പോൾ അവർക്ക് കുടലിൽ എന്തൊക്കെ കുഴപ്പങ്ങളാണ്, സിസ്റ്റോ ഒക്കെയാണ്. അപ്പോൾ അതിന് കൊളോണോസ്കോപ്പിയൊക്കെ ചെയ്യണം, ഓപ്പറേഷൻ വേണം. ഡോക്ടർ പറഞ്ഞ് ഇനി വരുമ്പോൾ ഓപ്പറേഷൻ റെഡി ആയിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവർ ഓപ്പറേഷൻ റെഡിയാകാൻ വേണ്ടി നിന്നപ്പോഴാണ് അവർ യൂട്യൂബിൽ നിന്ന് നമ്മളുടെ ഈ ധ്യാനപ്രസംഗം കേൾക്കുന്നത്. ഈ ധ്യാനപ്രസംഗം അല്ല, ആരും കൊണ്ടേ പത്രം കൊടുത്തതല്ല, യൂട്യൂബിൽ നിന്ന് ഈ ധ്യാനപ്രസംഗം കേൾക്കുമ്പോൾ അവിടെ മനസ്സിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആന്തരിക അഭിഷേകം കിട്ടും. ഇവിടെ ഈ മാതാവിനെ പോയി കണ്ടാൽ എനിക്ക് ഓപ്പറേഷൻ ഇല്ല, ദൈവം എന്നെ സുഖപ്പെടുത്തുമെന്ന്. അതാണ് ദൈവവിളിയെന്ന് പറയണത്. നമുക്ക് ദൈവം അത് വിളിക്കണവരാ. അവർക്കൊരു ധ്യാനപ്രസംഗം എത്രയോ പ്രാവശ്യം ധ്യാനപ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നത്. അവർക്ക് വിളി ഉണ്ടാകണം നിർബന്ധമില്ല. അപ്പം ചിലർക്ക് ദൈവം പെട്ടെന്ന് അവർക്ക് അതിനോടുള്ള ഒരു ആത്മീയ ആകർഷണം കൊടുക്കും. ഈ നമ്മൾ ആദ്യം ആകർഷണമായിട്ടാണ് വരണത്, ദൈവവിളി ആകർഷണമായിട്ടാണ് വരണത്. നമുക്ക് അതിനോട് ആകർഷണം തോന്നും പെട്ടെന്ന്. അപ്പോഴതാണ് ദൈവവിളി എന്ന് പറയുന്നത്. നമ്മൾ അഭിരുചി എന്നൊക്കെ പറയും. പക്ഷേ എന്ത് അഭിരുചി എന്ന് പറഞ്ഞാലും ആദ്യം വരണത് ആകർഷണമാണ്. ഈശോ ഉപയോഗിച്ച വാക്ക് ആകർഷണമാണ്. എനിക്ക് തോന്നുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 6:27 ആകർഷണം. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ യോഹന്നാൻ 6:44. യോഹന്നാൻ 6:44. എന്നെ അയച്ച പിതാവ് എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അപ്പൊ ഈ ആകർഷണം എന്നാണ് ദൈവവിളി എന്ന് പറയുന്നത്. ഞങ്ങൾ സാധാരണഗതിയിലെ അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു ആകർഷണമാണ് ക്രിസ്തുവിനോട്. അപ്പോൾ ഞങ്ങൾ ആകർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, ശുശ്രൂഷയ്ക്ക് ആകർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങൾ പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ എടുക്കും. അപ്പോൾ ദൈവവിളി എന്ന് പറയുന്നത് ഞങ്ങൾക്കായാലും നിങ്ങൾക്കായാലും ബേസിക്കായിട്ട് ഇത് ആകർഷണമാണ്. ഇപ്പോൾ തന്നെ പക്ഷേ ആകർഷിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ആരാണ് ആകർഷിക്കുന്നത്? ദൈവം, പിതാവായ ദൈവമാണ്. കണ്ട 6:44 എന്ന് പറഞ്ഞ എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരുവാൻ സാധിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ആകർഷണം വരുമ്പോൾ ഈ ആകർഷണത്തിന് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇപ്പോൾ നമ്മൾ ഇടിമിന്നലിൻ്റെ ഇപ്പോൾ കാലവർഷത്തിന് വലിയ ഇടിമിന്നലൊന്നുമില്ല, ചെറിയ ചുരുക്ക ഇടിമിന്നലൊക്കെ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ കൂടുതൽ ആൾക്കാർക്ക് അപകടമൊക്കെ ഉണ്ടാകുന്നത് തുലാവർഷത്തിലെ ഇടിമിന്നലാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഉടനെ പത്രത്തിലൊക്കെ പറയും, ടി വിയിൽ പറയും, സോഷ്യൽ മീഡിയയിലൊക്കെ പറയും, ഇടിമിന്നലിൻ്റെ കാലത്ത് തുറസായ സ്ഥലത്ത് കൂടി പോകരുത്, അതുപോലെ തന്നെ ഇടിമിന്നലേക്കുന്ന പാത്രങ്ങൾ മുറ്റത്ത് വെക്കരുത് അല്ലേ. അപ്പോൾ അതൊക്കെ ആകർഷണമുണ്ട് അതിനൊക്കെ. ഇതുപോലെ നമ്മുടെ മനസ്സിലും ദൈവവിളിക്ക് കിട്ടാനുള്ള കുറേ ആകർഷണങ്ങളുണ്ട്. അത് ആ മനസ്സ് ഒന്ന് ഒരുക്കിയെടുത്താൽ ഈ ആകർഷണം ആർക്കും കിട്ടും. മനസ്സിലായില്ലേ? ഒരു മനസ്സൊന്ന് ഒരുക്കിയെടുത്താലേ, അതായത് ദൈവത്തിനുള്ള ഒരു വിഷയം, ദൈവം ശക്തിമാണ്, ദൈവത്തിന് നമ്മൾ ദൈവസ്നേഹമാണെന്ന് പറയുമ്പോൾ ഹിസ് എ പേഴ്സൺ. പക്ഷേ ആ സ്നേഹം അനുഭവേദ്യമാകുന്നത് പവറിലാണ്, ശക്തിയിലാണ്. അതേസമയത്ത് നമ്മൾക്ക് ഈ ദൈവസ്നേഹത്തെ അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള മനുഷ്യരോടുള്ള സ്നേഹവും ജീവജാലങ്ങളോടും പ്രകൃതിയോടും ശുദ്ധവെള്ളം, അപ്പോൾ അത് മനുഷ്യനൊക്കെ ജീവിക്കണ എന്താണ്? ശുദ്ധവായു അല്ലേ. ഈ ശുദ്ധവായുവായിട്ട് നിലനിൽക്കണം. ഞാൻ പുക വലിച്ച്
ഈ വായുവിനെ മലിനമാക്കരുത്. അപ്പോൾ ഞാൻ ശുദ്ധവായുവിനെ സ്നേഹിക്കുമ്പോൾ ഞാൻ ജനങ്ങളെയാണ് സ്നേഹിക്കണത്. ശരിക്കും പറഞ്ഞാൽ അത് സ്നേഹമാണ്. നമുക്ക് ഇനിയൊക്കെ പ്രകൃതിയെ സ്നേഹിക്കാതെ ഇവിടെ സർവൈവിങ് നടക്കത്തില്ല. പ്രകൃതിയെ സ്നേഹിക്കാതെ, അതിനെ മലിനമാക്കാതെ, അതിനെ വെർജിനായിട്ട് സൂക്ഷിക്കാത്തോളം കാലം നമുക്കിനി ജീവിക്കാൻ പറ്റത്തില്ല. കാര്യം നിങ്ങളറിയണമെങ്കിൽ, ഞാനിപ്പോൾ എനിക്ക് 63 വയസ്സായി, പക്ഷേ നിങ്ങളറിയണമെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ കാണുന്ന തോടല്ലല്ലോ ഇപ്പോൾ കാണുന്നത്, തോടും പുഴയുമൊക്കെ. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും തന്നെ പെരിയാറ്റിൽ കുളിക്കണം. ആലുവയിൽ പഠിക്കുന്ന കാലത്ത് എല്ലാ ആഴ്ചയിലും 3-4 പ്രാവശ്യം പെരിയാറ്റിൽ കുളിക്കുന്ന ആളാണ്. കാരണം ഇപ്പോൾ പുഴ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പുഴയിൽ പക്ഷേ ഇപ്പം നോക്കിയാൽ നമുക്ക് സങ്കടം വരും. പെരിയാറിനെ നമുക്ക് ഇറങ്ങാൻ പോലും തോന്നത്തില്ല. എന്താ? ഇറ്റ് ഈസ് പൊല്യൂട്ടഡ്. ലോകത്തിലുള്ള മുഴുവൻ ഫാക്ടറികളെല്ലാം അതിൻ്റെ ഔട്ട്ലെറ്റ് എല്ലാം അതിൻ്റെ ഇത് വെച്ച് അത് പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞു. വെള്ളം മാറിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഒരു മാരക പാപകമാണ്. മനുഷ്യരാശി ഒന്നടങ്കം പൊതുവെ പൊതുജനത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന വ്യവസായ മലിനീകരണങ്ങൾ ഒരു മാരക പാപമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് ഞാനായിട്ട് അതിൻ്റെ വഴി വെക്കരുത് എന്ന് പറയുമ്പോൾ ആകർഷണമാകും ദൈവത്തിന്. കാര്യം ദൈവമല്ലേ ശുദ്ധമായിട്ട് സൂക്ഷിച്ചതല്ല. വെള്ളമായാലും വായുവായാലും ശുദ്ധമായി സൂക്ഷിക്കണം, നിലനിൽക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളായിട്ട് അതിനെ പൊല്യൂട്ടഡ് ആക്കരുത്, നമ്മുടെ പ്രദേശങ്ങളിൽ ഒരു വേസ്റ്റൊക്കെ ഇട്ട് നശിപ്പിച്ച് കളയരുത് എന്ന് ഞാൻ ചിന്തിച്ചാൽ അപ്പോഴവിടെ വെച്ച് നിനക്ക് ആകർഷണം കിട്ടും. നിൻ്റെ തിന്മയ്ക്ക് വേണമെങ്കിൽ നിനക്ക് ചിന്തിക്കാം. തിന്മയായിട്ട് ഞാൻ നന്നായതുകൊണ്ട് എന്ത് കാര്യം, ബാക്കിയുള്ള കൊണ്ടൊന്നും അവർ ഇടത്തില്ലേ? അതല്ല, അക്കൗണ്ട് ചോദിക്കുമ്പോൾ നിൻ്റെ കാര്യമേ ചോദിക്കത്തുള്ളൂ. ഇതെന്തിന് ഞാനിപ്പോൾ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? ദൈവ ആകർഷണം എങ്ങനെ നമ്മൾക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, ദൈവാകർഷണത്തെ എങ്ങനെ മനുഷ്യനെ സ്നേഹിക്കണം, ചുറ്റുപാടുകളെ സ്നേഹിക്കണം. ചുറ്റുപാടുകളെല്ലാം ഉണ്ട് കേട്ടോ, മൃഗങ്ങളുണ്ട്, ജീവജാലങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നീ ക്രിയേറ്റ് ചെയ്താൽ അന്ന് മൂലം നിങ്ങൾക്ക് ദൈവാകർഷണം ഉണ്ടാകും. സൃഷ്ടിയെ നിലനിർത്താൻ വേണ്ടി അതിനെ മലിനവശമാക്കാതെ ഇരിക്കാൻ തീരുമാനിച്ചാൽ, അതിനെ പരിപോഷിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നീ ചെയ്യണ കാര്യം ദൈവനാമത്തെ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ ആർക്കും ചെയ്യാം. പക്ഷേ നമ്മൾക്കുള്ള ഗുണം എന്താണെന്നറിയാവോ? നമ്മളത് ദൈവനാമത്തിൽ ചെയ്യുമ്പോഴാണ് ഇത് ഗ്രേസായിട്ട് മാറണത്. അല്ലെങ്കിൽ സാധാരണ ഒരു മാനവിക പ്രവർത്തനമായിട്ട് മാറിയുള്ളൂ. നമ്മളത് ദൈവമേ നിൻ്റെ നാമത്തിലാണ് ഞാൻ ഈ വിഷയം ചെയ്യണത്. മനുഷ്യനെ കാണിക്കാനോ ഒപ്പിക്കാനോ നല്ല പേരെടുക്കാനോ ഒന്നുമല്ല, എല്ലാം നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ദൈവമേ എല്ലാം നിന്റെ നാമത്തിൽ ചെയ്യുവാനും സമൂഹത്തിനും ഭൂമിക്കും ഒരു അലങ്കാരമായി ജീവിക്കുവാനും എന്നെ സുവിശേഷ വെളിച്ചത്താൽ എന്റെ കണ്ണ് തുറക്കണമേ. ശ്രദ്ധിക്കട്ടെ. സംരക്ഷിച്ച് അത് അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ ഈ ആരാധനയിലൂടെ പരമദിവ്യകാരുണ്യത്തിന് ഉടമ്പടിയുടെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ദൈവാകർഷണത്തിൻ്റെ ഒരു പശ്ചാത്തലം ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഈ ആമിനായോട് ഡോക്ടർ പറഞ്ഞതെന്താണ്? നീ ഓപ്പറേഷന് റെഡിയായിട്ട് വരിക. കാര്യം വലിയ നിസ്സാര കാര്യമില്ലേ. ഞങ്ങൾക്ക് 2-3 പ്രാവശ്യം തന്നെ 2-3 ദിവസം തന്നെ ഈ മലമൂത്രമൊക്കെ പോകാതിരുന്നപ്പോൾ തന്നെ മയറൊക്കെ വീർത്ത് മനുഷ്യൻ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലേക്ക് വല്ലാത്ത കണ്ടീഷനായി പോകും. ഓപ്പറേഷൻ അല്ലാതെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് വേറെ മാർഗ്ഗമൊന്നും ഇല്ല താനും. പക്ഷേ ഇവരെന്നെ ചെയ്യണത്, ഇവർ ഈ അതിൻ്റെ ഇടയ്ക്കാണ് ഇവർ യൂട്യൂബിൽ ധ്യാനം കാണുകയും ഇവർ നേരെ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യുകയും ചെയ്യും. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര അഭിഷേകം കിട്ടും. പിന്നെ അവരതിനു വേണ്ടി എല്ലാം ഓരോ കാര്യം ചെയ്യും. കാര്യം ഉടമ്പടി എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി, അവർ ഹീലായെന്ന് മനസ്സിലായി. അത് ഭയങ്കര സ്പീഡായിരുന്നു. സാധാരണ ഉടമ്പടിയേക്കാൾ കൂടുതൽ സ്പീഡായിരുന്നു ഈ ആമീനയുടെ ഉടമ്പടിക്ക്. അത് നിങ്ങൾ സാക്ഷി ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അവർക്ക് അത്രയും ആശ്വാസം, നിങ്ങൾക്കറിയാമല്ല, ഈ ഒരു വിഷയത്തിൽ ആശ്വാസം പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ആശ്വാസമാണ്. അത് അനുഭവിച്ചാൽ മാത്രമേ മനുഷ്യനെ അറിയാൻ പറ്റത്തുള്ളത്. അത്രയും ഇതായി. പക്ഷേ അതിനുശേഷം ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ചെയ്യണത്, ഇവർ പത്രമെല്ലാം ആൾക്കാർക്ക് കൊടുക്കും. അവരുടെ തുണിക്കടയിലാണ്, അവർക്ക് തുണിക്കടയാണ് ഉള്ളത്. ആ തുണിക്കട എന്നുകൊണ്ട് അവർ പറയുന്ന വാക്കുകളൊക്കെ രസമാണ്. ഞാൻ മാതാവിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചിട്ടാണ് പത്രം കൊടുക്കണമെന്ന് എന്നാണ് അവർ പറഞ്ഞിരിക്കണേ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളിത് എങ്ങനെ പത്രം കൊടുക്കണമെന്ന്. കത്തോലിക്കരുടെ കാര്യം പോക്കാണ്. എന്താ കാര്യം? ഇവൻ ചില ആൾക്കാർ സാരിയുടെ അകത്ത് കൊണ്ടേ കക്ഷത്ത് പത്രവും വെച്ച് സാരിയിട്ട് മൂടിക്കൊണ്ടേ കുമ്പസാരക്കൊണ്ട് അവിടെ നിൽക്കും. എന്നിട്ട് ആൾക്കാർ പോകാൻ വേണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കും. ആളില്ലെന്ന് കാണുമ്പോൾ കുമ്പസാരക്കൊണ്ട് അടി വെച്ച് ഓടിക്കും. ഇങ്ങനെയുള്ള പെരിച്ചാഴികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ ഈ സാക്ഷിയോട് നാണക്കേടാണ് ശരിക്കും പറഞ്ഞാൽ. അവരിവിടെ നിൽക്കുന്നു, ഈ സഹോദരി ഇവിടെ നിൽക്കുന്നു, വ്യത്യാസം ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് വിഷയം എന്നത്, അതായത് അവർ ഉടമ്പടി, അവർ ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങുകയാണ്. അതാണ് സംഭവം. ഡോക്ടർ ചോദിച്ചു പറഞ്ഞത് എന്താണ്? ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിയിട്ട് വരാൻ പറയും. ഇവർ ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങുക. അവരൊരുങ്ങേണ്ട രീതി ഇതാണെന്നേ ഉള്ളൂ. അവർ പറയും എൻ്റെ കടയിലൊക്കെ പാവപ്പെട്ടവർ വരും,
തുണിയൊക്കെ എടുക്കാൻ. അപ്പോൾ ഞാൻ തുണിയൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ എന്ത് സുന്ദരമായിട്ടാണ് ആ കാരുണ്യ പ്രവൃത്തി ചെയ്യണത്, എന്ത് സുന്ദരമായിട്ടാണ് കാരുണ്യ പ്രവൃത്തി ചെയ്യണത്. ഉടമ്പടി ഒരു ജീവിതത്തെ അങ്ങോട്ട് മാറ്റുകയാണ്, മനുഷ്യ നന്മയ്ക്കായിട്ട് പ്രത്യേകം അഭിഷേകം ചെയ്യണം. കൈയിട്ടിച്ച് കർത്താവിനെ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്നിട്ട് ഡോക്ടറുടെ അടുത്ത് ചെല്ലും. അപ്പോൾ ഡോക്ടർ ചോദിച്ചും ഓപ്പറേഷൻ എല്ലാം റെഡി ആയിട്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പറയും ഞാൻ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡോക്ടറെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് എന്താണ്, ഞാൻ ആത്മീയമായിട്ടൊക്കെ ഒരുങ്ങി. എന്നിട്ട് ഡോക്ടറോട് പറയും എങ്കിലും ഡോക്ടറെ ഒന്ന് സ്കാൻ ചെയ്യണം. അപ്പോൾ ഡോക്ടർ ചോദിക്കുക എന്നാണ് സ്കാൻ ചെയ്യണത്, നമ്മളെല്ലാം സ്കാൻ ചെയ്ത് കറക്റ്റാക്കിയതില്ലേ. അതല്ല ഡോക്ടർ, ഞാനൊരു പ്രാർത്ഥന ചെയ്യുന്നുണ്ട്, അതാണ് വിഷയം. ഇത്രയും വിശ്വസിക്കാൻ കഴിയണം. ഞാനൊരു പ്രാർത്ഥന ചെയ്യുന്നുണ്ട്, അപ്പോൾ ദൈവം എന്നെ സുഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അത് സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടറിനത് മനസ്സിലാകും. അതുപോലെ ഡോക്ടർ അവരെ വിശ്വസിക്കും. സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴേ ഈ പറഞ്ഞ സിസ്റ്റ് കാണാനില്ല. ശ്രദ്ധിക്കട്ടെ. ഡോക്ടർ കുടലിൽ ചുരുങ്ങുമ്പോഴാണല്ലോ ഇതുപോലെ കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഇനിയും അതുപോലെ അകത്ത് സിസ്റ്റം, മാംസം, PCOD അങ്ങനെ പല വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴുണ്ട്. ഇതെന്തൊക്കെയാണ് സിസ്റ്റം എന്തൊക്കെ സ്കാനിൽ എന്തൊക്കെ കണ്ടിട്ടാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇവർക്കറിയാം ആ ഉടമ്പടി തൈലം ഇവർ കൃത്യമായിട്ട് വയറ്റിൽ അപ്ലൈ ചെയ്യും, വിശ്വാസപ്രമാണം ചൊല്ലിയൊക്കെ. അപ്പോൾ വയറ്റിൽ നിന്നുള്ള എല്ലാ കെട്ടിക്കിടക്കണ മലവും മൂത്രമൊക്കെ പുറത്തു പോകും. അതങ്ങനെ രക്ഷപ്പെടണത്. അതുകൊണ്ടാണ് ഇവർ ഇത്രയും കൃത്യമായിട്ട് പറയാൻ കാരണം. എൻ്റെ മക്കളെ, എൻ്റെ വിഷയം എന്ന് പറയുന്നത്, എനിക്ക് നിങ്ങളെ ഒത്തിരി പേര് ഉടമ്പടി ചെയ്യുമ്പോൾ എനിക്ക് ഉത്കണ്ഠയാണ് വരണത്. എനിക്ക് സന്തോഷത്തെക്കാൾ ഒരു ഉത്കണ്ഠയാണ് വരുന്നത്. എന്നുവെച്ചാൽ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണത്. അതാ ചുമ്മാ ആൾക്കാരുടെ ഈ തിരക്ക് കാരണം ഓരോരുത്തരും സുഖപ്പെട്ടതും ഫേസ്ബുക്കിൽ അതുപോലെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഒരു പരീക്ഷിക്കാൻ വേണ്ടി, എന്നാൽ പിന്നെ ഞാനായിട്ട് ഉടമ്പടി എടുക്കാതിരിക്കണം എന്തിനാണ്, ഞാനും എടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവരും പോകുന്നു. അതുകൊണ്ട് ഞാനും എടുക്കണമെന്ന രീതിയിൽ യാന്ത്രികമായിട്ട് എടുക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടി ഈ സാധനം പഠിക്കണം എന്ന് എൻ്റെ ഒരു അപേക്ഷ. നിങ്ങൾ പഠിക്കണം. 2 തരത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. സാക്ഷ്യം കേട്ടാൽ പഠിക്കാൻ പറ്റും. പിന്നെ എന്ത് പഠിക്കാൻ പറ്റും? പിന്നെ സാക്ഷ്യം കേട്ടാൽ പഠിക്കാൻ പറ്റും. പിന്നെ ഉടമ്പടി ധ്യാനം കേൾക്കുമ്പോൾ പഠിക്കാൻ പറ്റും. പവൻ മാറ്റ 24 ക്യാരറ്റിൻ്റെ സാക്ഷ്യങ്ങളുണ്ട്. ഈ അമിന സാക്ഷ്യങ്ങളൊക്കെ ഒരു 20-22 ക്യാരറ്റൊക്കെയാണത് സാക്ഷ്യം. പക്ഷേ 24ൻ്റെ തനി തങ്കം പിടിച്ച സാക്ഷ്യങ്ങളുണ്ട്. എന്താ കാര്യം, അത് ഈ ആഴ്ചയിൽ വന്ന സാക്ഷ്യങ്ങൾ വന്ന് സാക്ഷ്യം തനി തങ്കം മാറ്റാൻ. അതുവെച്ചാൽ അഗസ്റ്റിൻ്റെ സാക്ഷ്യമാണ് വയനാട് നിന്ന്. അത് സാക്ഷ്യം കണ്ട ഈ മനുഷ്യന് ഉടമ്പടി എടുത്ത് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ മനുഷ്യനെ അറസ്റ്റിലായി, ജയിലിലായി അയാൾ. അപ്പോൾ നോക്കിയാൽ ഉടമ്പടി എടുക്കണത് എന്തിനാണ്, എല്ലാത്തിനും രക്ഷപ്പെടാനല്ല നമ്മൾ ഉടമ്പടി എടുക്കണത്. പക്ഷേ ഉടമ്പടി എടുക്കുക ഈ മനുഷ്യൻ, പോലീസ് വന്ന് ഇയാളെ ആരോ കൊടുത്ത കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യം പോലും കിട്ടാത്ത അറസ്റ്റാണ്. അയാൾ ജയിലിലായി. ജയിലിലാവുമ്പോൾ ഈ അഗസ്റ്റിൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതാണ് നമ്മുടെ തനി തങ്കം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷയുടെ ഉടമ്പടിയുടെ റേഞ്ച് ഇപ്പം നമുക്ക് കറക്റ്റ് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റണില്ല. കാര്യം സാക്ഷ്യങ്ങളുടെ നിലവാരം അങ്ങനെ പോകണം. അഗസ്റ്റിൻ എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ 3 സാധനം ഇയാളെ കൂടെ കൊണ്ടുപോകും ജയിലിൽ. എന്തൊക്കെയാണ്? ഉടമ്പടി കാശ് രൂപ, പിന്നെ എന്താണ് ഉടമ്പടി ബുക്ക്, പ്രാർത്ഥനാ ബുക്ക്, പിന്നെ എന്താണ് ഉടമ്പടി പത്രം. ഈ 3 കൊണ്ടാണ് ജയിലിൽ പോണത്. ഈ ജയിലിൽ പോകുമ്പോൾ സൂപ്പറുണ്ട് അവിടെ പിടിച്ചു വെക്കും. ഈ ഇതൊന്നും ജയിലിൽ കയറ്റാൻ പറ്റത്തില്ല. പത്തിയാണല്ലേ, അവസാനം ഇവിടം വരെ എത്തിയല്ല, അയാളെ കളിയാക്കും. നിങ്ങളുടെ 10 കൂടുതലാണല്ലേ, അങ്ങനെ ഇവിടെ എത്തിയെന്ന് വിളിച്ചു കളിയാക്കും. 10 അവസാനം ജയിലിലാണല്ലോ എത്തിയിരിക്കുന്നത്. പക്ഷേ അതൊന്നുമില്ല സാറേ, ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറയും. അത് വേറെ ലെവലാണ്. കാര്യം അഗസ്റ്റിനെ ഉള്ളിൽ പരിശുദ്ധാത്മ പറയുന്നുണ്ട്. അതാണ് പ്രശ്നം. നമുക്ക് അതായത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവമായിട്ട് നമ്മൾ നല്ല ഓക്കെയാണ്, സിൻസിയർ ആണെങ്കിൽ പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എല്ലാ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടാലും, ഇപ്പം മണിപ്പൂരൊക്കെ ഇത്രയും വലിയ വംശഹത്യ നടക്കുമ്പോഴും അവിടെ എന്തുകൊണ്ടാണ് ഒത്തിരി പേര് സർവൈവ് ചെയ്യുന്നത്? ഇപ്പോഴും അവർ ആ കുഞ്ഞുങ്ങൾ വരെ ഹല്ലേലൂയ പാടി പാടുന്നില്ലേ? 144 ശവപ്പെട്ടിയാണ് നിരത്തി വെച്ചിരിക്കുന്നത് മണിപ്പൂരിലെ. ഈ ജനാധിപത്യ രാജ്യം ഇത് കാണണം, ലോകം ഇത് കാണുന്നുണ്ട്. എങ്ങനെയൊക്കെ നമ്മൾ ജനാധിപത്യത്തെ വെള്ളപൂശാൻ നോക്കിയാലും ലോകം ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാലം ഇങ്ങനെ ജനാധിപത്യം ആണെന്നും പറഞ്ഞ് നമുക്കിതുപോലെ തുടരാൻ പറ്റത്തില്ലെന്നുള്ള ഉറപ്പായ കാര്യമാണ്. പക്ഷേ ഇത് അതിനേക്കാൾ വലിയ കാഴ്ച അവശേഷിക്കുന്നവൻ്റെ ആത്മധൈര്യത്തോടെ അവൻ പാടുന്ന ഹല്ലേലൂയ ഗീതങ്ങളാണ്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഈ അഗസ്റ്റിന് സൂപ്രണ്ട് കൃപാസനം പത്രം കൊടുക്കത്തില്ല, കാശുരം കൊടുക്കത്തില്ല, അതുപോലെ തന്നെ പാത്രാപുസ്തകം കൊടുക്കത്തില്ല. അയാൾ വിലങ്ങ് വെക്കപ്പെട്ടവനായിട്ട് ജയിലിലിട്ട് തള്ളും. ജയിലിൽ തള്ളുമ്പോൾ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട്
എല്ലാ സമയത്തും അറിയാവുന്ന ഉടമ്പടി പ്രാർത്ഥന ജപമാല മനസ്സിലുണ്ട്, അതുകൊണ്ട് ജപമാല പ്രാർത്ഥിക്കും. അപ്പോൾ കുറേ ഒരു ക്രിസ്ത്യൻ തടവുകാരനുണ്ട്, ബാക്കിയെല്ലാം മുസ്ലിംസാണ് ഈ ജയിലിൽ. അപ്പോൾ ഇവരോട് ഇവൻ ക്രിസ്ത്യൻ തടവുകാരനോട് പറയും, നിനക്ക് ജപമാല അറിയാവോ? അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ നിനക്ക് പഠിപ്പിക്കാം. ജയിലിലാണേ, ഉടമ്പടി എടുത്തത് വേറെ വിഷയമാണ്. കർത്താവിനെ വിളിച്ചിരിക്കുന്നത് ജയിലിൽ വചനപ്രഘോഷണത്തിലാണ്. ഇതാ വിഷയം. അതവനത് മനസ്സിലാകുന്നുണ്ടത്. അതുകൊണ്ട് ജയിലിൽ ചെന്നിട്ട് സഹ തടവുകാരെ ജപമാല പഠിപ്പിക്കുകയാണ്. എന്നാ വിശ്വാസമാണ് നിങ്ങൾ? എനിക്ക് ഉടമ്പടി എടുത്ത് 90 ദിവസമായി, എന്നിട്ട് മകളെ പറ്റില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന അമ്മമാരില്ലേ, ഇത് കേൾക്കണം. എന്നിട്ട് മോന്തം കയറ്റി നടക്കുന്നവരില്ലേ, ഈ സാക്ഷ്യം കേൾക്കണം. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഈ സാക്ഷ്യം. നിങ്ങൾ നിങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം ഉടമ്പടി എടുക്കുകയാണ്. ദൈവത്തിന് നിങ്ങൾ മാർജിനലൈസ് ചെയ്യുന്നു. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ കാര്യം മാത്രം നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ ജന്മത്തെ കാര്യം നടക്കത്തില്ല. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അപ്പൊ അഗസ്ത്യൻ ഒരു പ്രാർത്ഥന കർത്താവിനോട്, ഉടമ്പടി ഇല്ലാത്തൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥന? കർത്താവേ, നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയാണ്. നിന്നെ വിളിച്ചപേക്ഷിച്ചതിനാണ് എന്നെ ആക്ഷേപിച്ചത്. എന്നെ ആക്ഷേപിച്ചതിൻ്റെ സൂപ്രണ്ടിൻ്റെ മുമ്പിൽ കൂടി നീ ആരാണെന്ന് പ്രഘോഷിച്ചുകൊണ്ട് എനിക്ക് തിരിച്ചു പോകണം. അതാണ് അവൻ്റെ പ്രാർത്ഥന. അപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താണ്? ദൈവനാമം മഹത്വപ്പെടണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായില്ല? എൻ്റെ പിന്നിൽ എന്താണ്? അതൊരു പ്രതികാരമൊന്നുമല്ല. ദൈവനാമം മഹത്വപ്പെടണം. എൻ്റെ ദൈവവേദലേ, ഈ അടയാളങ്ങൾ പോലും എന്തിനുള്ളതാണ്? നിങ്ങൾക്ക് ഉടമ്പടിയുടെ ഏറ്റവും ഷോർട്ട് കട്ട് എന്താണെന്നറിയാമോ? നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവനാമം മഹത്വപ്പെടണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവനാമം മഹത്വപ്പെടണമെന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ആ പ്രാർത്ഥന ദൈവം ഏറ്റെടുത്താൽ ആ സെക്കൻഡിന് മിന്നൽ പോലെ അടയാളം വരും. അതറിയണമെങ്കിലേ നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 2:11 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ. യോഹന്നാൻ 2:11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. മക്കളെ, ഇതിൻ്റെ അകത്ത് അടയാളവും ദൈവത്തിൻ്റെ മഹത്വവും തമ്മിൽ ഇന്റർകണക്റ്റഡ് ആണ്. നിങ്ങൾ അടയാളം കാണിക്കണമെന്ന് പറയുന്നതിന് പകരം നിങ്ങൾ പറയേണ്ടത് കർത്താവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്നാണ്. ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പിതാവേ, സമയമായിരിക്കുന്നു പുത്രനെ അങ്ങേ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 17:1. ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. അതെ, പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്ന് ചോദിച്ചാൽ സുവിശേഷ ഭാഷയിൽ അടയാളങ്ങൾ കാണിക്കണമെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? കാര്യം മഹത്വവും അടയാളവും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദൈവം മഹത്വപ്പെട്ട ഉടനെ അടയാളം കണ്ടിരിക്കും. അപ്പോൾ നമ്മളും പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണ്? ദൈവമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താണ്? അടയാളങ്ങൾ കാണിക്കണമേ. അതിൻ്റെ കാര്യം യേശു മഹത്വപ്പെടുന്നത് അടയാളങ്ങൾ കാണിച്ചുകൊണ്ടാണ്. അതാണ് യോഹന്നാൻ 2:11 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ദൈവാനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽക്കൊന്നും ദൈവം നിങ്ങൾ വഴി മഹത്വപ്പെട്ടിരിക്കുന്നുവെന്നാണ്. നിങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒത്തിരി ഹോംവർക്കുകൾ ഉടമ്പടിയിലുണ്ട്. ഉടമ്പടിയിലുള്ള അത്രയും ഹോംവർക്കുകൾ, ഗൃഹപാഠങ്ങൾ വേറെ ഒരു പ്രാർത്ഥനാ പദ്ധതി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അത് സത്യസന്ധമായിട്ടും ദൈവസ്നേഹത്തോടെ ചെയ്യണമെന്നേ ഉള്ളൂ. സത്യസന്ധമായിട്ടും ദൈവസ്നേഹത്തോടെയും ചെയ്യണം. നിങ്ങൾക്ക് ചിലക്ക് പറ്റുന്ന അബദ്ധം സാങ്കേതികമായിട്ട് ചെയ്യണം, സ്നേഹത്തോടെയല്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ റോങ് വിത്ത് യു. അതായത് നിങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും, പക്ഷെ അത് ടെക്നിക്കലായിട്ട് ചെയ്യുന്നു. ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് ഏറ്റതുകൊണ്ട് സാങ്കേതികമായി ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യത്തില്ല. ഇതെല്ലാം ദൈവസ്നേഹത്തോടെ ചെയ്യണം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, സാങ്കേതികമായി ചെയ്യാതെ സത്യസന്ധമായ ദൈവസ്നേഹത്തോടെ എന്റെ ഉടമ്പടി ഗൃഹപാഠങ്ങൾ ചെയ്യാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ.